Hi dears, welcome back to my channel. ഇന്നൊരു ഔട്ടിംഗ് ആണ് കേട്ടോ, ഈവനിങ്. അതായത് കുട്ടികൾക്ക് ഈദായിട്ട് നമ്മൾ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു, പെരുന്നാളായിട്ട് എവിടെയും കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വിചാരിച്ചു നമുക്കിന്ന് പാർക്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ജലകേളി പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 10 രൂപയുള്ളൂ കേട്ടോ. അതുമാത്രമല്ല, ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എൻട്രൻസ് ഫീ 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് പോയി. ബീച്ചിനടുത്ത് തന്നെ പാർക്കുണ്ട്, പക്ഷേ ഇപ്പോൾ പാർക്ക് അവിടെ ഇല്ല. അപ്പോൾ ജലകളി തന്നെ ചൂസ് ചെയ്തു. ഇതാണ് കേട്ടോ കുട്ടികൾ. 6 പേരുണ്ടായിരുന്നു. എൻ്റെ 2 കുട്ടികളും പിന്നെ എൻ്റെ 2 കസിൻസിൻ്റെ കുട്ടികളുമായിട്ട് ടോട്ടൽ 6 പേരായിരുന്നു കേട്ടോ. അവരെ അങ്ങോട്ടേക്ക് കൊണ്ട് ഇറക്കി വിട്ടപ്പോൾ തന്നെ അവർ 6 പേരും 6 ഭാഗത്തേക്ക് തന്നെ ഓടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കസിനും എൻ്റെ ഉമ്മിയായിരുന്നു കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ഗൾഫിലാണ് കേട്ടോ. അതിന് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പാടുപെട്ടിട്ടാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികളിങ്ങനെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിലെല്ലാം കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലായിടത്തും കയറ്റാം, 1 by 1 ആയിട്ട് ഇറങ്ങാം. അപ്പോൾ ഇത് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്, അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രാഗണിൽ കയറാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഡ്രാഗണിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രാഗണിൽ കയറുന്നതിനും എല്ലാം ഫീ കുറവാണ്. എൻട്രൻസ് ഫീ 10 രൂപയാണെങ്കിലും ഇതിനകത്ത് കയറുമ്പോൾ ചെറിയ ചെറിയ ഫീസ് ഉണ്ട്. ഇതിനൊക്കെ 10 രൂപ ചാർജേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതെൻ്റെ മോനാണ്. അതുപോലെ തന്നെ ഇതെൻ്റെ അവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മയും. ഇതാണ് എൻ്റെ കേട്ടോ കസിന്. അപ്പോൾ ഞങ്ങൾ 3 പേരും 6 കുട്ടികളുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രാഗണിലേക്ക് പോയി. അപ്പോൾ ഡ്രാഗണിൽ ഫസ്റ്റ് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് കയറാനായിട്ടുള്ള ടൈമായി. ഞങ്ങളവിടെ ക്യൂവിൽ നിൽക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പോയി. ഇതിനിടയിൽ ഞങ്ങൾ ഇരിക്കുന്ന ടൈമിന് എൻ്റെ മോൻ വേറെ പോകാനായിട്ട് പോയിട്ടോ. അതെന്താണ് ഞാൻ ബാക്കിൽ പിടിച്ച് വലിച്ചത്, അവൻ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രയായാലും നമുക്കൊരു പേടിയാണല്ലോ. അപ്പോൾ നമ്മളുടെ അടുത്ത് കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സേഫ്നെസ് തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനായിരിക്കും, അവരിയ്ക്കുമ്പോൾ അത് സേഫായിട്ടാണോ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മോളെയും ഞാൻ പിടിച്ച് എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കസിനാണ് കേട്ടോ ഫ്രണ്ടിലിരുത്തുന്നത്. പിന്നെ മറ്റേ 2 മക്കൾ വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ആൾക്കും പേടിയായിരുന്നു കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 6 പേരുമാണ് കയറിയത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മളോട് സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സീറ്റ് ബെൽറ്റ് എനിക്ക് സേഫ് അല്ലാത്ത പോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. കാരണം ചെറിയൊരു ക്ലിപ്പിലാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രാഗൺ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇത് മൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് പേടി തോന്നും. പ്രത്യേകിച്ച് ബാക്കിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് വീഴുന്ന പോലെയുള്ളൊരു തോന്നൽ തന്നെ വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആദ്യമൊക്കെ കുറച്ച് സ്പീഡ് കുറച്ചിട്ടായിരുന്നു. ഈ ഫൈനൽ കഴിയാനായ ടൈമിനൊക്കെ ആൾ നല്ല രീതിക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് നമുക്ക് പൊങ്ങുന്ന പോലെയുള്ള ഫീല് തുടങ്ങി. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു സ്പീഡ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് സ്പീഡ് കുറച്ചു. കാരണം എനിക്കിരിക്കുന്ന എൻ്റെ പൊസിഷനിൽ നിന്നും എനിക്ക് എൻ്റെ സീറ്റ് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല രീതിക്ക് അയാൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയും പിടിക്കണം, ഞാനിരിക്കുന്നത് സേഫ് ആവണമായിരുന്നല്ലോ. അങ്ങനെ ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. കാണുമ്പം ഇത് ചെറുതാണ്, പക്ഷേ സംഭവം അങ്ങനെയല്ല കേട്ടോ. നല്ല പേടിക്കും ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ.
ഇതുണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഇത് പൊങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന പ്ലേസ് ഒട്ടും തന്നെ സേഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ബെൽറ്റും. ഒരു ചെറിയൊരു ക്ലിപ്പിൽ കിടക്കുവാണെങ്കിലും അതും തീരെ സേഫ് അല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വർത്തായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പാർക്കിൽ, ഇതുപോലെ മറ്റുള്ളൊരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 100 റുപ്പീസൊക്കെ ആവാറുണ്ട്, മാക്സിമം ഒരു 70 റുപ്പീസെങ്കിലും ആവാറുണ്ട്. ഇവിടെ ടോട്ടലി മൊത്തത്തിൽ തന്നെ റേറ്റ് കുറവാണ് കേട്ടോ. ആ റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇതിൽ കയറാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് തന്നെ ചരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും വയറിൻ്റെ ഒരു സൈഡിന്. ഇതിന് മുമ്പ് ഞാനിവിടെ കയറിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ കയറാനായിട്ട് നിന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്കാണ് കേട്ടോ ഇത് ചരിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ സൈഡിലിരിക്കുന്ന ആർക്കാണെങ്കിലും അത് വേദന വരാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ താഴേക്ക് പോയി. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെയും കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികളെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ട്, അപ്പോഴേക്കും തന്നെ കുട്ടികളെയും നമ്മൾ കളിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മളത് ടൈമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ. നൈറ്റായി കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ. അവിടെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാണ്. പിന്നെ കുട്ടികൾക്ക് ജമ്പിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ജമ്പിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അവർക്ക് ഓരോ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ജമ്പിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ അതിലൂടെ കയറ്റാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ കയറ്റിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ക്യാഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കുട്ടികളൊക്കെ കളിച്ചു. നമ്മളതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 6 പേരും 6 ഇടത്തായതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോരോ ഭാഗത്തേക്ക് പോയി. അപ്പോഴേക്കും ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാം മേലേക്ക് കയറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോകാനായി.
മേലേക്ക് വന്നപ്പോൾ ജമ്പിങ്ങിൽ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 10 രൂപയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതിലേക്ക് കയറ്റി എല്ലാവരും ചാടി കുറച്ച് നേരം അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി നമ്മൾ ബീച്ചിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ പാർക്കിൽ തന്നെ. കാരണം നമ്മൾ ബീച്ചിനടുത്തുള്ള പാർക്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. മറ്റേ ഇവിടെ വലിയ തിരക്കുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കാണ്. നൈറ്റായിട്ടും തിരക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത് ബീച്ചിലേക്ക് പോവായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ബീച്ചിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെയും അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് കുട്ടികളൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഫ്രൈഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ പിന്നെ ഗോബി മഞ്ചൂരിയൻ മേടിച്ചു. പിന്നെ ഇതൊരു ഗെയിമായിരുന്നു കേട്ടോ. ഇതൊരു ടാങ്കിൽ വെള്ളം വെച്ചിട്ട് താഴെ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ 10 റുപ്പീസിൻ്റെ കോയിൻ ഇട്ട് കൊടുക്കുക. ഗ്ലാസ്സിൽ വീഴാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ കുറേ ഐറ്റം വെച്ചിട്ടുണ്ട്, ബാഗ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് 10 രൂപ ഗ്ലാസ്സിൽ വീഴാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ ഇട്ടു, അവൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഗെയിം മോന് കളിക്കണമെന്ന് പറഞ്ഞ് മോനെ കൊണ്ട് ഇടിപ്പിച്ചു. അപ്പോൾ അവന് ഒന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 5 പേര് കൂടി കളിച്ച് 50 രൂപ അങ്ങനെ പോയി. പക്ഷേ ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നമ്മൾ മേളിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല തിരക്കുമായിരുന്നു. അപ്പോഴേക്കും ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോളുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. കാരണം പെരുന്നാളും വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മളൊരു പൊട്ടറ്റോ ട്വിസ്റ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ചിലത് എപ്പോഴും മസാലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഇത് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത് മേടിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല തിര ഉണ്ടായിരുന്നു കേട്ടോ. ആരും തന്നെ അവിടെ പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ ഗാർഡ് നിൽപ്പുണ്ടായിരുന്നു, അവർ വിസിലടിക്കുന്നുണ്ടായിരുന്നു. മാക്സിമം ഗാർഡുകൾ ആരെയും തന്നെ തിരയിൽ കാല് നനയ്ക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളാരും തന്നെ തിരയിൽ നനയ്ക്കാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടുന്ന് തിരിച്ചപ്പോൾ പിള്ളേർക്ക് ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളതൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് നേരം കടലൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.